പ്രസവരക്ഷ എന്തിന് ചെയ്യുന്നു? ആയുർവേദം ഇതിനെപ്പറ്റി എന്ത് പറയുന്നു? ഇതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഒന്നാമതായി വാതാനുലോമനം. പ്രസവം മൂലം ഉണ്ടാകുന്ന വാതവൃത്തിയെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വാതാനുലോമനത്തും ഉള്ള അഭ്യംഗം പോലുള്ള തെറാപ്പീസ് ആയുർവേദം കൽപ്പിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ബോഡി മസാജസ്, അതിന് അനുകൂലമായിട്ടുള്ള ഓയിൽസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വേദഗുളി എന്ന് നിങ്ങൾ അറിയപ്പെടുന്ന കംപ്ലീറ്റ് ബോഡി ടൈപ്പ് ഓഫ് വേദനയാണ്. വാതാഹാരങ്ങളായിട്ടുള്ള മെഡിസിൻസ് ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് വേദഗുളിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാതാനുലോമനം ഒന്നാമത്. രണ്ടാമത് ഗർഭാശയ ശോധനം. അയഞ്ഞു പോകേണ്ട രക്തം അയഞ്ഞു പോകാൻ വേണ്ടി സഹായിക്കുന്ന ഉതകുന്ന മെഡിസിൻസ് കഴിപ്പിക്കുക. അതിനുവേണ്ടിയാണ് പുളിങ്കുഴമ്പ് പോലുള്ള മെഡിസിൻസ് നമ്മൾ കഴിപ്പിക്കുന്നത്. അത് പലതരം മെഡിസിൻസ് ലഭ്യമാണ്, കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതാണ്. മൂന്നാമതായിട്ട് വേദനാസ്ഥാപനം. ഈ വാതവൃദ്ധി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വേദന ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള തെറാപ്പീസും ഇൻറ്റേർണൽ മെഡിസിൻസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അമ്മയുടെ വിശപ്പും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഈ മെഡിസിൻസ് ഏതൊക്കെ വേണമെന്ന് നിശ്ചയിക്കുന്നത്. നാലാമതായി നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ സ്തന്യവർദ്ധനമായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാല് കുടിക്കാൻ പറയുന്നു. അതുപോലെ തന്നെ സ്തന്യജനമായിട്ടുള്ള സ്തന്യജന കഷായങ്ങൾ ലഭ്യമാണ്. അതുപോലുള്ള വിവിധതരം മരുന്നുകൾ കൊടുക്കുന്നു. പിന്നെ ബ്രഹ്മണം, നറിഷ്മെൻറ്റ്, പ്രസവം വഴി പോയിട്ടുള്ള ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസും ആഹാരങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആയുർവേദം പ്രസവരക്ഷ എന്ന ഒരു ചികിത്സാ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോയ ആരോഗ്യത്തെ വീണ്ടെടുക്കുക.